ഇന്ന് നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതുപോലെയുള്ളൊരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. പുറമേ ഇതുപോലെ നല്ല മൊരിഞ്ഞിട്ട് നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണിത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ചിക്കൻ ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3/4 കിലോഗ്രാം ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വാർത്തെടുക്കണം കേട്ടോ. ഇനി മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 10-15 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ഇത് കുഞ്ഞു ചെറിയുള്ളിയാണ് കേട്ടോ, അതുകൊണ്ടൊരു 12 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വലിയ ചെറിയുള്ളിയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കുക. അതുപോലെ ചിക്കൻ്റെ അളവിനനുസരിച്ചിട്ടൊക്കെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയുള്ളിയും അതുപോലെ തന്നെ ഒരു 6-7 അല്ലി വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1-2 ഇല്ലി കറിവേപ്പില ഇതുപോലെ കഴുകിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജാറടിച്ച് വെച്ചിട്ട് ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കണം. ചതച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ചതച്ചെടുത്താൽ തന്നെ മതി കേട്ടോ, അല്ലാതെ ഒരുപാട് പേസ്റ്റ് പരുവത്തിൽ ആയി പോവരുത്. ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്ന ആ ഒരു രീതിയിൽ, ഈ ഒരു രീതിയിലാണ് കേട്ടോ വേണ്ടത്. ഇതിൽ കൂടുതൽ അരഞ്ഞു പോവരുത്, ഇത്രയും തന്നെ മതി. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഇതിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കാം. ഇത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ, എരിവിനനുസരിച്ചിട്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 3 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ചിക്കൻ്റെ ഒക്കെ എല്ലാ ഭാഗത്തും മസാലയ്ക്ക് എത്തുന്ന വിധത്തിൽ തന്നെ കുഴച്ചെടുക്കുക. പിന്നെ നിങ്ങൾക്കൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. ചിക്കന് പെട്ടെന്ന് കൂടി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ വിനാഗിരി ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമല്ല. പിന്നെ നമ്മൾ പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിനാഗിരിയും കൂടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചിക്കൻ സോഫ്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ ഒരുപാട് സമയം മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു തൈര് തന്നെ മതി കേട്ടോ. അപ്പോൾ ഞാനിത് എന്തായാലും ഒരു 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. കൂടുതൽ സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം വെക്കാം. എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആദ്യം തന്നെ ഒരു 2 പച്ചമുളക് കീറിയതും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് കോരി മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതേ ഓയിലാണ് നമ്മൾ ചിക്കന് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ചിക്കന് ഈ ഒരു പച്ചമുളകിൻ്റെയും അതുപോലെ ഈ കറിവേപ്പിലയൊക്കെ മൂത്ത ആ ഒരു ഫ്ലേവറും കൂടെ കിട്ടും കേട്ടോ. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓയിൽ നല്ല ചൂട് വേണം കേട്ടോ. നല്ല ചൂടുള്ള എണ്ണയിലേക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചിക്കൻ ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് മസാല ഒന്ന് ചിക്കനിൽ പറ്റി പിടിച്ച ശേഷം പിന്നെ നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് വേണമെങ്കിൽ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ചിക്കനെല്ലാം ഇട്ട് കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് മൂത്ത് വന്നതിന് ശേഷം കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. അടച്ച് വെക്കുമ്പോൾ ചിക്കൻ്റെ ഉള്ളിൽ വേവാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. കുറച്ച് സമയം അടച്ച് വെച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ട് ഞാൻ അടച്ച് വെക്കുന്നൊന്നുമില്ല. ഇനി എല്ലാ ചിക്കൻ്റെ പീസും മറിച്ചിട്ട് കൊടുത്ത് ഈ ഒരു സൈഡും കൂടെ റെഡിയായിട്ട് മൊത്തത്തിൽ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വന്നാൽ ഇതുപോലെയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നാൽ നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. പിന്നെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്